കുട്ടിക്കലവറയിലേക്ക് ഏവർക്കും സ്വാഗതം. കുക്കുംബർ ബട്ടർ മിൽക്കാണ്. 46, 47, 48, 49, 50. കുടിച്ചാലും കുടിച്ചില്ലെങ്കിൽ സാറ്റ്. നമുക്ക് ഇവിടെ വിളിച്ചാലോ? അവിടെ ഒന്നും വിളിക്കണ്ട. അവിടെ നിലക്ക് ഏതോ കുറ്റിട്ടേക്കുന്നുണ്ട്. നിനക്കെന്താ മനസ്സിലാവാതെ? നമുക്ക് അവിടെ പോവാം. കണ്ണുണ്ടോ? ഒരു വില്ലത്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വർഷയായിരിക്കും അല്ലേ? ചന്ദനമഴ എന്ന സീരിയലിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ വർഷ എന്ന മിടുക്കിയായ ശാലു കുര്യൻ. യഥാർത്ഥ ശാലു എന്തെന്നുള്ളത് നമ്മൾ കുട്ടിക്കലവറയിൽ വന്നപ്പോഴെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. കുട്ടിക്കലവറയിലെ ഈ കുട്ടികളുടെ അംഗം ഇവിടെ തുടങ്ങാം. ഇപ്പൊ നമുക്ക് ചെറുതില് തുടങ്ങാം. ചെറുതില് ഏതില്? അതെന്ത് ഇവക്ക് കയറാമല്ലോ. എനിക്ക് ഇരുന്ന് ആടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിരുന്ന് ആടിയേനെ. പക്ഷെ എനിക്ക് ഏജ് ഓവർ ആയി പോയില്ല. അയ്യോ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ദൈവമേ. മക്കളെ പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയില്ല, പക്ഷെ എനിക്ക് പേടിയുണ്ട്. പിള്ളേർ എന്നെ എന്തിലോ വലിച്ചോണ്ട് പോകുന്നുണ്ട്. ജീവനോടെ ഉണ്ടാവോ എന്തോ. ആഹാ, ബസ് സ്റ്റോപ്പിലൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ചേട്ടന്മാര് കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാന്ന്. അയ്യോ എനിക്ക് മതി. ഇറക്കി വിട്. ഇതെങ്ങനെ ഇറക്കണേ? കയ്യും കാലും നിറച്ചിട്ട് പാടില്ല. അതെന്തായിരുന്നു ആ സാധനം? എന്റെ പൊന്നു മക്കളെ, ഞാൻ കാലം ചേട്ടാ തുറ ചേട്ടാ. വേണ്ട, തുറക്കണ്ട. എനിക്ക് പേടിയൊന്ന്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ നിലത്തെത്തിയെത്തിന്ന് പറയാം. ഈ പിള്ളേരുടെ നിർബന്ധത്തിന് മാത്രമാണ് ഞാൻ കേറുന്നത്. സത്യമായിട്ട് കുട്ടിക്കലവറ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. പിള്ളേരുടെ കുക്കറി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ സാധനത്തിനൊക്കെ കയറാൻ പേടിയാണ്. എന്നെ തള്ളി വീഴ്ത്താൻ വേണ്ടിട്ട് കണ്ണടച്ച് എനിക്കൊന്നും കാണണ്ട. കഴിഞ്ഞ ഭൂമിയിലെത്തിയോന്ന്. ഇനി ഇവിടെ നിന്നാൽ പിള്ളേർ ഓരോ റൈഡിൽ കയറ്റും. അതിനേക്കാൾ ബെറ്റർ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണ്. ആഷ്നയും സാനിയുമായി ശാലു പങ്കിട്ട ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മൾ കണ്ടു. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അവരുടെ ഷോപ്പിംഗ്. അത് കാണേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. പച്ചവെള്ളം കുടിച്ചിട്ട് എന്തൊക്കെയാ ആണോ? നമുക്ക് ഈ സൈഡ് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ സൈഡ്. അപ്പൊ എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും കഴിച്ചുകൂടാ. അതറിയാമോ? ഇതിനൊക്കെ നല്ലതൊക്കെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഇത്തിരി ഉപ്പോ പഞ്ചസാരയോ ഒക്കെ ഇട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല വിധത്തിൽ ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവരെന്നെ നന്നാക്കും. പച്ചക്കറിയുടെ സെക്ഷനിൽ പാവയ്ക്ക ഇതിങ്ങനെ ഞങ്ങൾ രാത്രി പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കും. മതിയല്ലോ. അല്ല, ഇതെന്തിനാ ഇത്രയും എന്നെ കുടിപ്പിക്കാനോ? ഹായ്, എന്നെ പാവയ്ക്ക ജ്യൂസ് കുടിപ്പിക്കാൻ വേണ്ടി ഇത്ര എടുത്ത് വെച്ചേക്കുന്നത്. വർദ്ധിപ്പിക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു. രക്ഷയില്ല. ഞാൻ ഓടി ഓടി മടുത്ത്. ഇതിനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഇതൂടെ, ചേച്ചി അതൂടെ എന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കാൻ. കണ്ട നടവേ, ഞാൻ ഓരോന്ന് എടുത്തു തരാം. എന്ത് വേണം? ഇനി ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനിലേക്കാണ് പോകാൻ പോകുന്നത്.
താല്പര്യമില്ല. പിള്ളേര് ബിയറന്ന് എന്റെ പൊന്നു പിള്ളേരെ പിണ്ടല്ല ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണിത്. ബിയറന്നേ. നിങ്ങൾ ഈ വണ്ടി ഒന്ന് നോക്കിക്കേ. മിഠായി ലോറി കമന്ന പോലെ ഇല്ലേ? ഷൂട്ടിന്റെ തിരക്കിനിടയിലും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു നമ്മുടെ ശാലുവും കൂട്ടുകാരും. ഹോളിഡേ ഇന്നിലെ താമസത്തിനിടയിലും കൃത്യമായി ജിമ്മിൽ പോയിരുന്ന ഒരു മെന്റർ നമ്മുടെ ശാലു ആയിരുന്നു, ഒപ്പം നമ്മുടെ കൂട്ടുകാരും. എന്റെ ദൈവമേ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിനെ കൊണ്ടൊക്കെയാണ് ഞാൻ ജിമ്മിൽ പോകാൻ പോകുന്നത്. ജിമ്മിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മൾ ട്രെഡ്മില്ലിൽ കയറും. ട്രെഡ്മില്ലിൽ 45 മിനിറ്റ്സ് മിനിമം ഓടണം എന്നാണ്. 5 മിനിറ്റ്സ് എൻ്റെ അടുത്ത് ട്രെയിനർ പറഞ്ഞു തന്നാൽ എനിക്കറിയാൻ പാടില്ല, നമ്മളതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. സാനിയ, വാ മോളെ, ഇങ്ങ് വാ. അതെ, നിങ്ങൾക്ക് കയറാനുള്ള പ്രായമായിട്ടില്ല. കുറച്ചും കൂടെ എന്നെ ഇത്രയും വളർന്നു കഴിഞ്ഞിട്ട് കയറിയാൽ മതി. പിള്ളേർക്ക് അലൗഡ് അല്ല ഇപ്പോൾ. അതെങ്ങനെയാണ് പിള്ളേർക്ക് ചെയ്യേണ്ട എക്സസൈസ്? കൊച്ചു കൊച്ചു എക്സസൈസ്. കാരണം ഓരോ പ്രായത്തിൽ ഓരോ തരത്തിലാണ് നമ്മുടെ ബോഡി വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങളുടേതൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റായിട്ട് വരുന്നെങ്കിൽ അത് പിന്നെ പിന്നെ പ്രായം ചെല്ലും തോറുക. അപ്പം എനിക്ക് നിങ്ങളെക്കാൾ ഏജ് ആയില്ലേ? അപ്പം ചേച്ചിക്കൊക്കെ ഇതിൽ കയറാം. നമ്മുടെ ആഷ്നയും സാനിയയും ചേർന്ന് ശാലുവിനിട്ട് നല്ലൊരു പണി കൊടുത്തു. അത് വേറൊന്നുമല്ല, നമ്മുടെ കുട്ടിക്കലവറ വേദിയിൽ ഒരു ഡാൻസ് കുസൃതിത്തരങ്ങൾ മാത്രമല്ല, പാചകത്തിലും അവർ വളരെ മിടുക്കരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ കലവറയിൽ എന്താണ് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഇഞ്ചി, ഉള്ളി, ഏത് ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല. മുളക് വേണം, വേപ്പിലയും വേണം, തൈരും വേണം, ഉപ്പും വേണം, വെള്ളവും വേണം. സാധനമെല്ലാം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ കട്ട് ചെയ്യണോ? പിന്നെ വീട്ടിലെല്ലാം കട്ട് ചെയ്യണത് ഞാൻ പച്ചക്കറി. കൈ ഒഴിക്കണ്ടേ? കാണാമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. നിനക്കല്ലേ ശക്തിമാൻ? ആഹാ, അവിടെ ബലമന ഞാൻ കൊടുത്തു. പാവയ്ക്ക ജ്യൂസ് കുടിച്ചോലുണ്ടല്ലേ? ഇല്ല, അതല്ല പാവയ്ക്ക ആർക്കെങ്കിലും പണി കൊടുക്കണമെങ്കിൽ ഇനി ഇങ്ങനെ കൊടുക്കണം. ഇത് കുക്കുമ്പർ ജ്യൂസാന്ന് പറഞ്ഞ് പാവയ്ക്ക ജ്യൂസ് എടുത്ത് കൊടുക്കണം. ആ പൂച്ചയെ ഞാൻ കുറേ നേരിട്ട് കൊല്ലാൻ നോക്കുക. ദിവസം ഞങ്ങളുടെ പായൽ കട്ടു കുടിക്കുന്നേ.
ആൻഡോ എന്തോ നീ ജൈവ കൃഷിയില്ലേ കുക്കുംബർ കൃഷി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ പക്ഷേ ഇല്ലേ കൂടുതലും ഈ മുള്ളുള്ള കപ്പ കുത്തു ഞാനിതൊരു ആപ്പടെ പച്ചവെള്ളം കണ്ടിട്ടുണ്ടോ? ആൻഡോ എൻ്റെ വീട്ടിലാണെങ്കിലേ ഞാനും ഇപ്പം കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടേ. ഇനി അനുഗ്രഹിക്കണം ഗുരു. അനുഗ്രഹിക്ക് ഗുരു. അനുഗ്രഹിച്ചു മോനെ. നന്ദി ഗുരു. കുറച്ച് ഡെക്കറേഷൻ കൂടെ ബാക്കിയുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ഫൈനൽ കുക്കുംബർ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യത്തിന് കുളമാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും പ്രൈസ് കിട്ടുമെന്നൊക്കെ അറിയത്തില്ല. ഞങ്ങളുടെ തൈര് മിൽക്ക് ഞങ്ങളുടെ കൊക്കോമാറ്റ് ഡയറി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒന്ന് തൈര് നോക്കിയാൽ മതി. ഏകദേശം നല്ല ഞങ്ങളുടെ കുക്കുംബർ ബട്ടർ മിൽക്ക് റെഡി. അങ്ങനെ കുറെ കാലമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്ക് കിട്ടി. കുട്ടിക്കലവറയിലെ ഓരോ കുരുന്നുകളിലെയും കുസൃതിത്തരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? അവരുടെ ഓരോ കഴിവുകൾ കൊണ്ടും പ്രേക്ഷക മനസ്സിൽ അവർ ഇടം നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഒരു പുതിയ കഥയോടെ അവർ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രേതത്തെ കണ്ടു. വിശ്വസിക്കുവോ? എന്നാ ഒന്ന് കണ്ടു നോക്കൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. വിളിച്ചാലോ? അവിടെ പ്രേതമുണ്ട്. സത്യം പ്രേതം. ഇവിടെ നിന്ന് ഒരാള് ചാടി തല പൊട്ടി വലിച്ചത്. 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. വിളിച്ചില്ലെങ്കിൽ സാറ്റ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വിളിച്ചാലോ? ഇവിടെ എത്ര സ്ഥലമല്ലേ ഉള്ളൂ, പിന്നെ എവിടെ വിളിക്കാനാ? ഇവിടെ അവിടെ ഒന്നും വിളിക്കണ്ട. അവിടെ അവിടെ കുറ്റിട്ടേക്കുന്നുണ്ട്. നിനക്കെന്താ മനസ്സിലാവാതെ? അവിടെ ഒരു ഞാൻ വാൺ ചെയ്യാണ്. നിന്നെ അവിടെ വിളിക്കണ്ട. ഞാൻ വിളിക്കാൻ പോകുന്നത് നിനക്ക് ഞാൻ താഴെ പോവാ. നീ പറഞ്ഞോ ചുമ്മാ. എനിക്ക് പേടിയാണ്. അങ്ങനെ പറ്റിണ്ടാവും. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ കയറാൻ പാടില്ല. അവിടെ പ്രേതം ഉണ്ടാവും. നമുക്ക് പോയി നോക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. കൃഷ്ണദേവ് കൃഷ്ണദേവ് രൂപം കണ്ടില്ല. കാർത്തിക്കുന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. കാർത്തിക്കിന് ഏകദേശമാണോ? കണ്ണുണ്ടോ? അവിടെ എന്തോ ശബ്ദം കേൾക്കണോ? അവിടെ എന്തോ ശബ്ദം. താറാവിന് ഞാനിവിടെ ഒളിച്ചിക്കണായിരുന്നു. നീ അപ്പുറത്തൂടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അപ്പുറത്തു കൂടി പോകണ. ഇവിടെ ഒരു പ്രേതമാണ്. ഞാൻ നിനക്ക് അറിയില്ലല്ലോ. കണ്ടു. നമുക്ക് ഇവിടുന്ന് പോവാം. എന്തിന് പറഞ്ഞു ഇവിടെ തന്നെ എനിക്ക് ഇവിടുന്ന് പേടിയാ.